الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلاة وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ബഹുമാനമുള്ള സഹോദരങ്ങളെ, എല്ലാ ആഴ്ചകളിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നാം പഠിക്കാറുള്ളത്. അതിൽ കഴിഞ്ഞ ചില ആഴ്ചകളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ അവരുടെ വിശ്വാസം എന്താണ്, അഹ്ലുസുന്നയുടെ അരികിൽ സ്വഹാബത്തുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ നല്ല രൂപത്തിൽ കേൾക്കുവാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പൊതുവെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ദർസിൻ്റെ വിഷയം ശരിക്കും ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ലയുടെ അദ്ദുറൂസുൽ മുഹിമ്മ എന്ന കിതാബാണ്. ആ കിതാബ് അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ദർസ് തുടങ്ങിയത്. എന്നാൽ അതിൽ നിന്ന് മാറി ചില വിഷയങ്ങൾ സംസാരിക്കാനുള്ള പ്രധാന കാരണം, അതിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ അൽഹംദുലില്ലാ റിയാദിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടെയുള്ള ഇഖ്വകൾ നിങ്ങൾക്ക് ദർസെടുക്കുകയും അങ്ങനെ നിങ്ങൾ പല വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആവർത്തനം വരണ്ട എന്ന് കരുതി ചില വിഷയങ്ങളായി നമ്മൾ ആ കിതാബിൽ നിന്ന് പുറത്തുള്ള ചില വിഷയങ്ങളും എടുക്കാനുള്ള കാരണം. അതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദർസ് അല്ലെങ്കിൽ കഴിഞ്ഞ ചില ദർസുകൾ അഹ്ലുസുന്ന സ്വഹാബത്തിൻ്റെ വിഷയത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടായിരുന്നു. അഹ്ലുസുന്ന സ്വഹാബത്തിൻ്റെ വിഷയത്തിലുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ ദർസിൽ ഇൻഷാ അള്ളാഹ് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിലായത്തുമായി ബന്ധപ്പെട്ടാണ്. വിലായത്തുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദർസിൽ നിങ്ങൾക്ക് ഒക്കെ അറിയാവുന്നതുപോലെ തന്നെ സഹാബത്ത് അൽ-അശറത്തുൽ മുബശ്ശറൂൻ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട 10 സഹാബികളെക്കുറിച്ച് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്നു. ഇന്നത്തെ ദർസിൻ്റെ വിഷയം വിലായത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. വിലായത്തുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി സഹോദരങ്ങളെ, വിലായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? വിലായത്ത് അല്ലെങ്കിൽ വലായത്ത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? പൊതുവേ നമ്മളൊക്കെ കേട്ടു പരിചയമുള്ള ഒരു പദമായിരിക്കും വലിയ എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ വല്ലാതെ ചൂഷണം നടത്താനും മറ്റും ആളുകൾ ഉപയോഗിക്കുന്ന ശർഈയായ ഒരു പേരാണ് വലിയ എന്നുള്ളത്. ആളുകൾ ഉപയോഗിക്കുന്ന ശർഈയായ ഒരു പേരാണ് വലിയ എന്നുള്ളത്. എന്നാൽ ശർഈയായ കാഴ്ചപ്പാടനുസരിച്ച് ശരിക്കും എന്താണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ? അധികം ദീർഘിപ്പിക്കാതെ അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായി വലി അല്ലെങ്കിൽ അറബി ഭാഷയിൽ അതിൻ്റെ ആ ഒരു വാക്കിൻ്റെ അർത്ഥം വലിയ എന്നൊക്കെ പറഞ്ഞാൽ അറബി ഭാഷയിൽ വാവ്, ലാം, യ ഈ 3 വാക്കുകൾ ചേർന്ന് വന്നാൽ പൊതുവെ അതിൻ്റെ അർത്ഥം ഖുർബ് എന്നാണ്. സാമീപ്യം ഉണ്ടാവുക എന്നൊക്കെയാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ ഒന്നുമായി സാമീപ്യമുള്ളവൻ, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളുടെ വലിയാണ്. ഇപ്പോൾ നിങ്ങളൊരാൾ പറയാണ് നിങ്ങളുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഞാൻ ഇന്നയാളുടെ വലിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഖരീബാണ്, അദ്ദേഹവുമായി സാമീപ്യമുള്ള, അദ്ദേഹത്തിനോട് ബന്ധമുള്ള, അദ്ദേഹത്തോട് അടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നതാണ് വലിയ എന്ന പദത്തിൻ്റെ ഭാഷയിലുള്ള അർത്ഥം. അപ്പോൾ പൊതുവേ നമ്മുടെ നാടുകളിലൊക്കെ വലിയ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? അള്ളാഹുവുമായി കൂടുതൽ ബന്ധമുള്ളവർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി കൂടുതൽ ബന്ധമുള്ളവർ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ ഫുർഖാനു ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇ ഷൈത്താൻ എന്ന കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നതായി കാണാം, അൽ വിലായത്തു ളിദ്ദുൽ അദാവ. അൽ വിലായത്തു ളിദ്ദുൽ അദാവ. വിലായത്ത് എന്ന് പറഞ്ഞാൽ ശത്രുതയ്ക്ക് എതിരായിട്ടുള്ളത്, അഥവാ ഒരു വ്യക്തിയുടെ ശത്രുവല്ല മറിച്ച് ഒരു വ്യക്തിയുടെ മിത്രമാണ് എന്നതാണ് വലിയ എന്നതിൻ്റെ അർത്ഥം. അതാണ് വലിയ എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ വലിയ എന്ന പദം അർത്ഥം മനസ്സിലായല്ലോ? അടുത്ത ഒരു വ്യക്തി. ഇപ്പം ഞാൻ നിങ്ങളുടെ വലിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുമായി അടുപ്പമുള്ള നിങ്ങളുടെ ഒരു സ്നേഹിതനാണ്, നിങ്ങളുടെ ഒരു കൂട്ടുകാരനാണ്.
അതാണ് വലി എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം. ഇനി ഷറയിൽ നമ്മൾ വലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ വലി, അല്ലെങ്കിൽ ഔലിയാക്കൾ, അല്ലെങ്കിൽ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട ചില കിതാബുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. വലി എന്ന് പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അദ്ദാഉ വദ്ദവാഇൽ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഇബ്നു അബുൽ ഇസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഷർഹു തഹാവിയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ, വലി അല്ലെങ്കിൽ വിലായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുള്ള കാര്യങ്ങളിൽ തൊട്ട് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യുക. അതിനാണ് എന്ത് പറയുക? വിലായത്ത് എന്ന് പറയുക. മനസ്സിലായോ? ഒന്നുകൂടി ആവർത്തിക്കാം. അള്ളാഹു ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുക. എന്താണ് അള്ളാഹു ഇഷ്ടമുള്ളത്? തൗഹീദ്, സുന്നത്ത്, നിസ്കാരം, സകാത്ത്, ഹജ്ജ്, സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, മറ്റുള്ളവരെ സഹായിക്കുക, മാതാപിതാക്കളോട് നന്മ ചെയ്യുക. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവോട് നമ്മൾ യോജിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഇഷ്ടപ്പെടുകയും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിന് കോപമുള്ള കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശിർക്കാണ്. അതുപോലെ തന്നെ ബിദ്അത്തുകൾ, പാപങ്ങൾ, വലിയ പാപങ്ങളാവട്ടെ ചെറിയ പാപങ്ങളാവട്ടെ, ഏതൊരു കാര്യമാകട്ടെ, ഒരു സഹോദരനെ നമ്മൾ ദ്രോഹിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അദ്ദാഉ വദ്ദവാഇൽ പറയുന്നു, വിലായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ തൊട്ട് നാം മാറി നിൽക്കുകയും ചെയ്യുക. അതിനാണ് വിലായത്ത് എന്ന് പറയുക. ഈ ഒരു നിർവചനം നിങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? വിലായത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയാവുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക പദവി. നമ്മുടെ നാടുകളിൽ ഇന്ന് ആളുകൾ ധരിച്ചിരിക്കുന്നത് പോലെ ഒരു പച്ചഷാളൊക്കെ ഇട്ട് അങ്ങനെ ഒരു പ്രത്യേക പദവിയല്ല ഈ വിലായത്ത് എന്ന് പറയുന്നത്. അതൊരു പദവിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം നമ്മുടെ നാട്ടിൽ പറഞ്ഞ് പഠിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള ഒരു രൂപമൊന്നും വിലായത്തിനില്ല. മറിച്ച് വിലായത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പോലെ ഫഹുവൽ മുഅ്മിനു തഖി, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് അള്ളാഹു വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിച്ച് നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്കാണ് എന്ത് പറയുക? വലി എന്ന് പറയുക. അപ്പോൾ എല്ലാ മുഅ്മിനും അള്ളാഹുവിൻ്റെ വലിയാണ്. എല്ലാ മുഅ്മിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയാണ്. തഖ്വയുള്ള എല്ലാവരും അള്ളാഹുവിൻ്റെ വലിയാണ്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളെല്ലാവരും നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവരാണ്, അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നവരാണ്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന നിർബന്ധമായ ബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വലിയാണ്. പക്ഷേ നിങ്ങളിൽ ചില ആളുകൾ നിസ്കാരത്തിൽ നന്നായി ശ്രദ്ധിക്കുന്നവരുണ്ടാകും, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടാകും, അതുപോലെ തന്നെ നന്മകളിൽ നന്നായി മുന്നേറുന്ന ആളുകളുണ്ടാകും. ചില ആളുകൾ ഫർദ് നിസ്കാരങ്ങൾ മാത്രമായിരിക്കും, ചില ആളുകൾ സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടാകും, ചില ആളുകൾ സകാത്ത് കൊടുക്കുന്നവർ മാത്രമായിരിക്കും, ചില ആളുകൾ സദഖ ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെ ചില ആളുകൾ നന്മയിൽ കൂടുതൽ മുന്നേറിയ ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിലായത്തിൻ്റെ ഉന്നത പദവി കരസ്ഥമാക്കിയവരാണ്. അതാണ് വിലായത്തിൻ്റെ ഉദ്ദേശം. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവുക, വിലായത്ത് എന്ന് പറയുന്നത് പ്രത്യേക ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാ മുഅ്മിനീങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയാണ്. എല്ലാ മുഅ്മിനീങ്ങളും അല്ലാഹുവിൻ്റെ വലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യൂനുസിലെ 62, 63 വചനങ്ങളിൽ പറയുന്നു. നിങ്ങളെല്ലാവരും ഈ ആയത്ത് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ ആയത്തുകളുടെ അർത്ഥം നിങ്ങൾ നോക്കുക. അള്ളാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിശ്ചയമായും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല, അതുപോലെ തന്നെ അവർക്ക് ഖേദിക്കേണ്ട ആവശ്യവും ഉണ്ടാവുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടേണ്ടതില്ല, അതുപോലെ തന്നെ അവർ ഖേദിക്കേണ്ടതുമില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ് വലി എന്ന് പറയുന്നു. ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ എന്താ? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഭയപ്പെടേണ്ടതുമില്ല, അവർ ദുഃഖിക്കേണ്ടതുമില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആരാണ് ഔലിയാക്കൾ? അല്ലദീന ആമനു, ഈമാനുള്ളവരാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. വകാനു യത്തഖൂൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമീകരിക്കുകയും ചെയ്തവരാണ്.
തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമീകരിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ആരാണ് വലിയ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി നമ്മൾ ഈ ഒരു പദപ്രയോഗമൊക്കെ നടത്തുമ്പോൾ ശറഇൽ അതിൻ്റെ തേട്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഇന്ന് സുബ്ഹാനല്ലാഹ് വലിയ് അല്ലെങ്കിൽ വിലായത്ത് എന്ന പദവി പ്രത്യേകം ഒരു വിഭാഗത്തിന് മാത്രം ചാർത്തി കൊടുക്കുകയും അതിൻ്റെ പേരിൽ ജനങ്ങളെ പലതരത്തിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് എന്തെങ്കിലും അവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പദവിയല്ല വിലായത്ത് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും, വിശ്വാസികൾ എല്ലാവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. വിശ്വാസികൾ എല്ലാവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. പക്ഷേ അവർ നന്മയിൽ മുന്നേറുന്നതനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്ന് മാത്രം. അപ്പോൾ ഈ ആയത്ത് സൂറത്ത് യൂനുസിലെ 62, 63 വചനങ്ങൾ ആരാണ് വലിയ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലദീന ആമനു, അവർ ഈമാനുള്ളവരാണ്, വകാനു യത്തഖൂൻ, അവർക്ക് തഖ്വയുമുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നതായി കാണാം, വലിയുല്ലാഹ്, അല്ലാഹുവിൻ്റെ വലി എന്ന് പറഞ്ഞാൽ ഹുവ മൻ കാന ബിസ്സിഫത്തില്ലതി വസഫഹുല്ലാഹു ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന ഈ വിശേഷണങ്ങൾ ഉള്ളവർക്കാണ് എന്ത് പറയുക, അള്ളാഹുവിൻ്റെ വലിയ് എന്ന് പറയുക. എന്നിട്ട് ഇബ്നു ജരീർ പറയുന്നു വഹുവല്ലദി ആമന വത്തഖ, ആരാണ് വലിയ്? വഹുവല്ലദി ആമൻ, വിശ്വസിച്ചവരാണ്, വത്തഖ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്തവരാണ്, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്തവരാണ്. അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും അത്തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് എങ്കിൽ അത് മാറ്റുക. ഒരു പ്രത്യേക വിഭാഗം മാത്രമാണ് വലിയ് എന്ന ധാരണ ശരിയല്ല. മറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മിൻഹാജുസ്സുന്നത്തി നബവിയ്യ എന്ന പ്രസിദ്ധമായ കിതാബിൽ പറയുന്നത് പോലെ ഫകുല്ലു മുഅ്മിനിൻ തഖി ഫഹുവ വലിയുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന എല്ലാ വിശ്വാസിയും, ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന എല്ലാ വിശ്വാസിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയാണ്. വല്ലാഹു വലിയുഹു, അള്ളാഹു അവൻ്റെയും വലിയാണ്, അള്ളാഹു അവൻ്റെയും വലിയാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മിൻഹാജുസ്സുന്ന അന്നബവിയ്യ എന്ന കിതാബിൽ പറയുന്നതായി കാണാം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പൊതുവെ വലിയനുണ്ടാകേണ്ട ചില നിബന്ധനകൾ പറഞ്ഞതായി നമുക്ക് കാണാം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വലിയനുണ്ടാകേണ്ട ചില നിബന്ധനകൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, നിങ്ങൾക്കാർക്കെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലക്ക് അൽ ഫുർഖാനു ബൈന ഔലിയാഇ റഹ്മാൻ വ ഔലിയാഇ ശൈത്താൻ, പിശാജിൻ്റെ ഔലിയാക്കളും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ന വിഷയത്തിൽ ഇബ്നു തൈമിയ റഹിമഹുല്ലക്ക് വളരെ പ്രസിദ്ധമായ ഉപകാരവത്തായ നാഫിയായ ഒരു കിതാബ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. തയ്യിബ്, ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വലിയാകാനുള്ള നിബന്ധനകളിൽ ഒന്നാമത്തേത് എന്താണ്? അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്നു, അൽ അബ്ദു ലാ യകൂനു വലിയ്യൻ ലില്ലാഹ് ഇല്ലാ ഇദാ കാന മുഅ്മിന, ഒരു അടിമ അള്ളാഹുവിൻ്റെ വലിയാകണമെങ്കിൽ അവൻ വിശ്വാസിയായിരിക്കണം. അപ്പോൾ വിശ്വാസിയല്ലാത്തവൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ വലി ആവുകയില്ല, വിശ്വാസിയല്ലാത്തവൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ വലി ആവുകയില്ല. രണ്ടാമത്തെ നിബന്ധന നേരത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അത്തഖ്വ, തഖ്വയുണ്ടാകണം, അവർക്ക് തഖ്വയുണ്ടാകണമെന്നുള്ളത് വിലായത്തിൻ്റെ മറ്റൊരു നിബന്ധനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലെ 34-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിൻ്റെ വലി മുത്തഖീങ്ങൾ മാത്രമാകുന്നു, അള്ളാഹുവിൻ്റെ വലി മുത്തഖീങ്ങൾ മാത്രമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുകയും നിങ്ങൾ കുറിച്ചെടുക്കുകയും വേണം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാ, അദ്ദേഹം എല്ലാവരാലും സ്വീകാര്യനാണ്, എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ് ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ജരീർ റഹിമഹുല്ല പറയുന്നു, മാ ഔലിയാഉല്ലാഹി ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മുത്തഖീങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അല്ലദീന യത്തഖൂന അല്ലാഹ ബിഅദാഇ ഫറായിദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ നിർബന്ധ കാര്യങ്ങൾ, ഫറായിദുകൾ, ഫർദ് നിസ്കാരങ്ങൾ, ഫർളായ സകാത്ത്, ഫർളായ നോമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും
വജ്തിനാബി മആസി, അള്ളാഹു വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ് അവർ എന്ന് ഇമാം ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാം. ഇവിടെ സഹോദരങ്ങളെ, ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ നാടുകളിൽ ഇന്ന് വലിയാണെന്ന് പറയുന്നവർ, ഇന്ന് വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഒരു വിഭാഗം പറഞ്ഞു നടക്കുന്നുണ്ട്. സമസ്ത പല ആളുകളും പല ആളുകളെക്കുറിച്ചും വലിയാണെന്ന് പറയുന്നു. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാകട്ടെ. ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് വലിയാണെന്ന് പരിചയപ്പെടുത്തുന്ന പ്രധാന ഒരു വ്യക്തിയാണ് CM മടവൂർ. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. CM മടവൂരിനെ കുറിച്ച് അവർ പറയുന്നു അദ്ദേഹം വലിയാണ്. നമ്മളായി നമ്മുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലൊരു അഭിപ്രായം പറയുന്നതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പരിചയപ്പെടുത്താൻ ഇവർ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അദ്ദേഹം നോമ്പനുഷ്ഠിക്കാറില്ലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മസ്ജിദുൽ ജമാഅത്തിന് പങ്കെടുക്കാറില്ലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നോമ്പനുഷ്ഠിച്ച ആളുകളെ നോമ്പ് മുറിപ്പിക്കുമായിരുന്നു. ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവരോട് നോമ്പ് മുറിക്കാൻ വേണ്ടി പറയും. റമദാനിൽ പൊതുസമയങ്ങളിൽ അഥവാ റമദാനിൽ ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കുന്ന പകൽ സമയങ്ങളിൽ അദ്ദേഹം സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവർ വലിയിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഇബ്നു ജരീർ റഹിമഹുല്ല സൂറത്തു യൂനുസ് അംഫാലിലെ 34-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൽ എന്താ പറയുന്നത്? അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിക്കാതെ ഒരു വ്യക്തി വലിയാവുകയില്ല. അപ്പോൾ ഇവർ പറയുന്ന ഒരു കാരണം എന്താണ്? ഇവർ പറയുന്ന ഒരു കാരണം, അവർ ഉന്നതമായ പദവിയിലെത്തിയവരാണ്, അവർക്ക് ഈ നിസ്കാരത്തിൻ്റെ ആവശ്യമില്ല. സഹോദരങ്ങളെ, ആരാണ് ഏറ്റവും വലിയ വലി? നമ്മൾ വലിയുടെ അർത്ഥം പഠിച്ചു, അള്ളാഹുമായി സാമീപ്യമുള്ളവർ. ഏറ്റവും വലിയ വലിയ ആരാണ്? അള്ളാഹുമായി ഏറ്റവും അധികം സാമീപ്യമുള്ള ആർക്കാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഒഴിവാക്കിയിരുന്നില്ല. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിൻ്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും നമ്മുടെ ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ ഇന്ന് പല ആളുകളും വലിയാണെന്ന് പറയുന്നവർ വാസ്തവത്തിൽ അവർ പറയുന്നത് പോലെയാണ് എങ്കിൽ അവർക്ക് വിലായത്തുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ വിലായത്തിൻ്റെ രണ്ടാമത്തെ നിബന്ധന എന്താണ്? തഖ്വയുണ്ടാവുക എന്നുള്ളതാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമ ഔലിയാഇ അൽ മുത്തഖൂൻ. എൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ ഔലിയാക്കൾ അഥവാ ഞാനുമായി ബന്ധമുള്ളവർ ആരാണ്? അൽ മുത്തഖൂൻ, തഖ്വയുള്ളവരാണ്, തഖ്വയുള്ള ആളുകളാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ ചില ആളുകൾ, അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ, അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ആല അബി ഫുലാൻ ലൈസു ബി ഔലിയായി. ഇന്ന വിഭാഗം എൻ്റെ കുടുംബമല്ല, അല്ലെങ്കിൽ എൻ്റെ ഔലിയാക്കളിൽ പെട്ടവരല്ല. വഇന്നമ വലിയി, എൻ്റെ വലിയ ആരാണ്? സ്വാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട നല്ലവരാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമായതുകൊണ്ട് ഒരു വ്യക്തി എന്താവണമെന്നില്ല? വലിയാകണമെന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതാണ്. മറിച്ച് എപ്പോഴാണ് ഒരു വ്യക്തി വലിയാവുക? അവൻ മുഅ്മിനാണെങ്കിൽ. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണെന്ന് സങ്കല്പിക്കുക. അദ്ദേഹം കാഫിറാണെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു വിലയും ശരീഅത്തിലില്ല, അദ്ദേഹത്തിന് യാതൊരു വിലയും ശരീഅത്തിലില്ല. ഇനി ഒരു വ്യക്തി മുസ്ലിമാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേക ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന് സാധാരണ ഒരു മുസ്ലിമിനെ പോലെയല്ല, മറിച്ച് അവർക്ക് പ്രത്യേക ബഹുമാനം കൊടുക്കാൻ ശരീഅത്ത് നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈതി, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഉണർത്തുന്നു, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ആ ഒരു വേർതിരിവിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബമാണ് എങ്കിൽ, അദ്ദേഹം മുഅ്മിനാണെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ മേൽ പ്രത്യേക ആദരവ് അർഹിക്കുന്നു. ഇനി ഒരു വ്യക്തി പ്രവാചകൻ്റെ കുടുംബമാണ് പക്ഷേ മുഅ്മിനല്ല എങ്കിൽ ഒരാദരവും അവർ അർഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂ ലഹബിൻ്റെ നാശം. അബൂ ലഹബ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. അപ്പോൾ വലിയിൻ്റെ ഒന്നാമത്തെ നിബന്ധന ഈമാൻ, രണ്ടാമത്തെ നിബന്ധന തഖ്വയാണ്. മൂന്നാമത്തെ നിബന്ധന എന്താണ്? ഇത്തിബാഉർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളതാണ്, പ്രവാചകനെ പിൻപറ്റുക. പ്രവാചകനെ പിൻപറ്റാത്ത ഒരാളും വലിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാത്ത ഒരു വ്യക്തിയും വലിയാവുകയില്ല. മറിച്ച്
അങ്ങനെ ആരെങ്കിലും വലിയാണെന്ന് വാദിക്കുന്നുവെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് പോലെ അവൻ പിശാചിൻ്റെ വലിയാണ്, അവൻ പിശാചിൻ്റെ വലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ പ്രവാചകരെ അവരോട് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടു എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, നിങ്ങൾ എന്നെ അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. അങ്ങനെയാണെങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ല പറഞ്ഞു, ഇദ്ദഅ ഖൗമുൻ അന്നഹും യുഹിബ്ബൂന അല്ലാഹ്, ചില ആളുകൾ വാദിച്ചു അവർക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണെന്ന്. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയത മിഹ്നതൻ ലഹും, അവർക്ക് പരീക്ഷണമായിക്കൊണ്ടാണ് ഈ ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് അല്ലാഹുവിനോട് ഇഷ്ടമുണ്ട് എന്ന് കേവലം നാവിൽ പറയുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ നിസ്കാരത്തിൽ ആ ഇഷ്ടം പ്രതിഫലിക്കുന്നുണ്ടോ? നമ്മുടെ ബാക്കിയുള്ള കർമ്മങ്ങളിൽ ആ ഇഷ്ടം പ്രതിഫലിക്കുന്നുണ്ടോ? കേവലം അല്ലാഹുവിനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നു, തൗഹീദിൻ്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയില്ല. അല്ലാഹുവിനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നു, സുന്നത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയില്ല. അല്ലാഹുവിനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിരിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഇഷ്ടം സത്യസന്ധമല്ല. അതാണ് ഇമാം ഹസൻ അൽ ബസരി റഹിമഹുല്ല പറഞ്ഞത്, ഈ ആയത്ത് അല്ലാഹുവിനെ ഇഷ്ടമുണ്ട് എന്ന് പറയുന്നവർക്കുള്ള പരീക്ഷയാണ്. അവർക്ക് വിജയിക്കുമോ അതല്ല പരാജയപ്പെടുമോ എന്ന് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഹസൻ അൽ ബസരി റഹിമഹുല്ല പറയുന്നു. അപ്പോൾ മൂന്നാമത്തെ നിബന്ധന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. നാലാമത്തെ നിബന്ധന, അല്ലെങ്കിൽ പണ്ഡിതന്മാർ നാലാമതായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, വിലായത്ത് രണ്ട് പദവികളിലാണ്. അള്ളാഹുവിൻ്റെ വലിയ രണ്ട് പദവികളിലാണ്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുകയും, ശരിക്കും ശ്രദ്ധിക്കണം, അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുകയും അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ, അവർക്കാണ് എന്ത് പറയുക? ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറഞ്ഞതുപോലെ ദറജത്തുൽ മുഖ്തസിദീൻ, ദറജത്തുൽ മുഖ്തസിദീൻ എന്ന് പറയുക. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫാത്തിറിലെ 32-ാമത്തെ വചനത്തിൽ പറഞ്ഞത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിലെ 32-ാമത്തെ വചനത്തിൽ ജനങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നതായി കാണാം. ഒന്നാമത്തെ വിഭാഗം സ്വന്തത്തോട് അതിക്രമം ചെയ്തവർ, അഥവാ ഹറാമുകളും മറ്റൊക്കെ ധാരാളമായി ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം മുഖ്തസിദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണ് മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുകയും അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ. അതാണ് വിലായത്തിൻ്റെ ഒന്നാമത്തെ പദവി എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആളുകൾ അങ്ങനെ ഉണ്ടാകും, സുന്നത്ത് നിസ്കാരം അവർക്കില്ല, സുന്നത്തായ നോമ്പുകൾ അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നിർബന്ധമാക്കിയത് മാത്രം ചെയ്യുന്നു, ഹറാമായ എല്ലാം അവർ ഒഴിവാക്കുകയും ചെയ്യുന്നു. അവർ അല്ലാഹുവിൻ്റെ വലിയാണ്, അവർ അല്ലാഹുവിൻ്റെ വലിയാണ്. പക്ഷേ അവരുടെ പദവി കുറച്ച് താഴെയാണ്. രണ്ടാമത്തെ പദവി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൽ പറഞ്ഞതുപോലെ 32-ാമത്തെ വചനം അത് നിങ്ങൾ എന്തായാലും നോക്കണം. അതിൽ അല്ലാഹു പറഞ്ഞു, വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറിയവർ, അഥവാ അവർ വാജിബായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു. അവർ ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനോടൊപ്പം കറാഹത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിച്ചു. അവർ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിച്ചു. അവരാണ് വിലായത്തിൽ ഉന്നത പദവിയിലുള്ളവർ. അവരാണ് അള്ളാഹുവിൻ്റെ വിലായത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള വിലായത്തിൽ ഉന്നത പദവിയിലുള്ളവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കാര്യങ്ങളും സൂറത്തുൽ ഫാത്തിറിൽ പരാമർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ ഹദീസിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഹദീസുകൾ, അതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അതിനെ ഇലാഹിയായ ഹദീസ് എന്ന് പറയും, റബ്ബാനിയായ ഹദീസ് എന്നൊക്കെ ഖുദ്സിയായ ഹദീസിന് പറയാറുണ്ട്. അഥവാ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഹദീസുകൾ. ആ വിഷയത്തിൽ മാത്രം അനേകം കിതാബുകൾ നമുക്ക് കാണാം. ഇമാം സുയൂത്തി അങ്ങനെ ചില പണ്ഡിതന്മാർ ഖുദ്സിയായ ഹദീസുകളിൽ ചില കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അഥവാ അള്ളാഹുവിൽ നിന്ന് പ്രവാചകൻ ഉദ്ധരിക്കുന്ന ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പറഞ്ഞു, മൻ ആദാ ലീ വലിയൻ, ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത പുലർത്തിയാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനുമായി ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്.
ശേഷം അള്ളാഹു പറയുന്നു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഫ്തറദ്തുഹു അലൈഹി. ഞാനുമായി എൻ്റെ അടിമ ഏറ്റവും അധികം അടുക്കുന്നത് എപ്പോഴാണ്? ഞാനുമായി എൻ്റെ അടിമ ഏറ്റവും അധികം അടുക്കുന്നത് ഫർളായ കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോഴാണ്. ഫർളായ കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോഴാണ്. ഹദീസിൻ്റെ ആശയമാണ്, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ ഹത്താ ഉഹിബ്ബഹ്. അങ്ങനെ ഫർളിന് ശേഷം സുന്നത്തായ കർമ്മങ്ങൾ ഒരടിമ ജീവിതത്തിൽ ധാരാളമായി ചെയ്താൽ അവനെ ഞാൻ ഇഷ്ടപ്പെടും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അള്ളാഹു ഖുദ്സിയായ ഈ ഹദീസിൽ ഒന്നാമതായി പറഞ്ഞ കാര്യം എന്താ? ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത പുലർത്തിയാൽ, അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ ആരാ ഉദ്ദേശം? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പാലിക്കുകയും വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവൻ. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെട്ടവരാണ്. പക്ഷേ നമ്മുടെ വിലായത്തിൽ വ്യത്യസ്ത പദവികൾ ഉണ്ടാകും എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഹദീസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു, ആരെങ്കിലും ഫർളായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ അവൻ ഞാനുമായി അടുപ്പത്തിലാകും, അല്ലെങ്കിൽ ഞാനുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചവനാണ്. പക്ഷേ ഒരു വ്യക്തി ഫർളിൻ്റെ കൂടെ സുന്നത്തായ കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇതാണ് വിലായത്തിൻ്റെ രണ്ട് ദറജകൾ. വിലായത്തിൻ്റെ രണ്ട് ദറജ. അപ്പോൾ മനസ്സിലായില്ലേ? വിലായത്തിന് രണ്ട് ദറജകളുണ്ട്. ഒന്നാമത്തേത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ. രണ്ടാമത്തേത് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ഫർളിന് പുറമെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ഹറാമിനോടൊപ്പം മക്രൂഹായ കറാഹത്തായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ. ഇങ്ങനെ രണ്ട് പദവികളാണ് വിലായത്തിന് ഉള്ളത്. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും, അള്ളാഹുവിൻ്റെ വലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയാവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അദ്ദേഹം മഅസൂമാണ് എന്ന അർത്ഥമില്ല. ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു കിതാബിൽ, ഒരു താബിഈയെക്കുറിച്ച് ഏതെങ്കിലും ഒരു കിതാബിൽ നിങ്ങൾ കണ്ടു അദ്ദേഹം അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് പറഞ്ഞാൽ ആരും എന്ത് മനസ്സിലാക്കരുത്? അദ്ദേഹം പാപമുക്തനാണ് എന്ന് മനസ്സിലാക്കരുത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വലിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തപ്പെടുന്ന പല ആളുകളും അവരെക്കുറിച്ച് പറയുന്നത് എന്താ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരാണ്. ഇപ്പോൾ സമീപ ദിവസത്തിൽ ഒരു 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നോട് ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, സമസ്തയുടെ പഴയ നേതാക്കന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹം ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വ്യക്തിയാണ്, ഒരു തെറ്റുപോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, അദ്ദേഹം ഒരു തെറ്റിലും ഇല്ലാത്ത വ്യക്തിയാണ്. അങ്ങനെ ഒരാളിൽ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. ഒരു വ്യക്തിക്ക് ഇസ്മത്തുണ്ട് എന്ന് വിശ്വസിക്കാൻ ശറഅ് നമുക്ക് അനുവാദം നൽകുന്നില്ല. അത് അമ്പിയാക്കൾക്ക് മാത്രമാണ്. പാപസുരക്ഷിതരായവർ ആരാണ്? അമ്പിയാക്കൾ മാത്രമാണ്. പാപത്തിൽ നിന്ന് മുക്തമായവർ അമ്പിയാക്കൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് പാപം സംഭവിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അമ്പിയാക്കൾക്ക് മാത്രം കൊടുക്കേണ്ട പദവി മറ്റുള്ളവർക്ക് കൊടുക്കലാണ്. അമ്പിയാക്കൾക്ക് മാത്രം കൊടുക്കേണ്ട പദവി മറ്റുള്ളവർക്ക് കൊടുക്കലാണ്. അതുകൊണ്ട് വലിയാകാൻ ഒരു പാപം സംഭവിച്ചാൽ അവൻ വലിയല്ല, അല്ലെങ്കിൽ വലിയിൽ നിന്ന് പാപം സംഭവിക്കില്ല എന്നൊരിക്കലും പറയാൻ സാധ്യമല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഫുർഖാൻ എന്ന കിതാബിൽ സൂചിപ്പിച്ചതായി നമുക്കിത് കാണാൻ സാധിക്കും. വത്തഫഖു, പണ്ഡിതന്മാർ ഏക അഭിപ്രായമാണ്, അല അന്നഹു ലൈസ മിൻ ശർത്തി വലിയില്ലാ, അള്ളാഹുവിൻ്റെ വലിയുടെ നിബന്ധനയിൽപ്പെട്ടതല്ല അല്ലാ യകൂന ലഹു ദംബുൻ അസ്ല, അവർക്കൊരിക്കലും ഒരു പാപവും സംഭവിക്കുകയില്ല എന്നൊന്നും ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിബന്ധനയിൽപ്പെട്ടതല്ല. ഇമാം ഷൗക്കാനി റഹിമഹുല്ലക്കും വലിയുമായി ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു കിതാബുണ്ട്. അതിൽ ഷൗക്കാനി പറയാണ്, അന്ന ഔലിയ അല്ലാഹി ഗൈറുൽ അംബിയ, അള്ളാഹുവിൻ്റെ വലി എന്ന് പറയുന്നത് ഒരിക്കലും അമ്പിയാക്കളല്ല. അതുകൊണ്ട് തന്നെ ലൈസു ബി മഅസൂമീൻ, അവർ മഅസൂമിങ്ങളല്ല. ബൽ യജൂസു അലൈഹിം മാ യജൂസു അലാ സായിരി ഇബാദില്ലാഹിൽ മുഅ്മിനീൻ, എല്ലാ വിശ്വാസികളിൽ നിന്നും സംഭവിക്കുന്നത് പോലെ അവരിൽ നിന്നും പിഴവുകളുണ്ടാകുമെന്ന് ഇമാം ഷൗക്കാനി റഹിമഹുല്ലയും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ ബറക്കല്ലാഹു ഫീക്കും, വലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വലിയ അല്ലെങ്കിൽ ഒരു വ്യക്തി വലിയാണെങ്കിൽ അദ്ദേഹത്തിന് കറാമത്തുണ്ടാകണമെന്നുള്ളത് വിലായത്തിൻ്റെ നിബന്ധനയിൽപ്പെട്ടതല്ല. അദ്ദേഹത്തിന് കറാമത്തുണ്ടാകണമെന്നുള്ളത് വിലായത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതല്ല. ഇൻഷാ അള്ളാഹ് ഇന്ന് സമയമുണ്ടെങ്കിൽ ഇന്ന്, അതല്ലെങ്കിൽ അടുത്ത ദർസിൽ നമുക്ക് കറാമത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. പക്ഷെ ഇവിടെ മൊത്തത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കറാമത്തുണ്ടായി, അങ്ങനെയാണ് എങ്കിൽ അതെന്തല്ല,
അദ്ദേഹം വലിയാണെന്നുള്ളതിന് തെളിവല്ല. കറാമത്തുള്ളത് വലിയാണെന്നുള്ളതിന് തെളിവല്ല. അതുപോലെ തന്നെ വലിയാണെങ്കിൽ കറാമത്തുണ്ടാകണം എന്ന നിബന്ധനയും ഇല്ല. രണ്ടും മനസ്സിലാക്കുക. ഒരു വ്യക്തി വലിയാണ്, പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് എന്തായാലും കറാമത്ത് വന്നേ പറ്റൂ എന്നില്ല. നേരെ മറിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് അസാധാരണമായ അല്ലെങ്കിൽ അമാനുഷികമായ ഒരു പ്രവർത്തനമുണ്ടായി, അതെന്ത് വിശ്വസിക്കരുത്? അദ്ദേഹം വലിയാണ് എന്നും വിശ്വസിക്കരുത്. അദ്ദേഹം വലിയാണ് എന്നും വിശ്വസിക്കരുത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നതായി കാണാം, ലൈസ മിൻ ഷർത്തിൽ വലിയ അൻ തകൂന ലഹു കറാമാത്ത്. ഒരു വലിയാണ് എന്നതിൻ്റെ നിബന്ധനകളിൽ പെട്ടതല്ല അദ്ദേഹത്തിന് കറാമത്തുണ്ടാവുക എന്നുള്ളത്. അദ്ദേഹത്തിന് കറാമത്തുണ്ടാവുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇബാറത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഒരു ആശയം ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിലെ 1-ാം വാള്യത്തിൽ പറയുന്നതായി കാണാം. അദ്ദേഹം പറയുന്നത്, ഒരു വ്യക്തിയിൽ നിന്ന് അമാനുഷികമായ ഒരു പ്രവർത്തനമുണ്ടായാൽ അദ്ദേഹം വലിയാണെന്ന് വിശ്വസിക്കാനും പാടില്ല എന്നും ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഫുർഖാനു ബൈന ഔലിയാ റഹ്മാൻ വ ഔലിയാ ഷൈത്താൻ എന്ന കിതാബിലും ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അമാനുഷികമായ അല്ലെങ്കിൽ അസാധാരണമായ ഒരു പ്രവർത്തനം ഒരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ ഒന്നുകിൽ അയാൾ വലിയായിരിക്കാം, അല്ലെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ ശത്രുവായിരിക്കാം, പിശാജിൻ്റെ വലിയായിരിക്കാം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സംഭവിക്കും അമാനുഷികമായ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള അസാധാരണമായ പ്രവർത്തനങ്ങൾ സംഭവിക്കും. ശേഷം ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, ചിലപ്പോൾ ബിദ്അത്തിൻ്റെ ആളുകളിൽ നിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ ഇന്ന് സമസ്തക്കാർ പൊതുവെ ജനങ്ങളെ വഞ്ചിക്കാൻ എന്തു പറയും? കാന്തപുരത്തിന് ഇന്ന കറാമത്തുണ്ടായിട്ടുണ്ട്, ഇന്ന തങ്ങന്മാർക്ക് ഇന്ന കറാമത്തുണ്ടായിട്ടുണ്ട്. ഒന്ന് അങ്ങനെയുള്ള കറാമത്തുണ്ടായോ ഇല്ലയോ നമുക്കറിയില്ല. കറാമത്തിനെ കുറിച്ച് നമ്മൾക്ക് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം കറാമത്ത് എപ്പോഴാണ് സ്വീകരിക്കപ്പെടുക എന്നുള്ളത്. രണ്ടാമത്തേത്, ഇനി കറാമത്തുണ്ടായി എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു അമാനുഷികമായ അസാധാരണമായ ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? അദ്ദേഹം വലിയാണ് എന്നതിന് അതിലൊരു സൂചനയുമില്ല. ഇത് ഇന്ന് ഏതെങ്കിലും ഒരു മുജാഹിദുകാർ അല്ലെങ്കിൽ വഹാബികൾ വന്ന് പറയുന്നതല്ല. ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് അസാധാരണമായ അമാനുഷികമായ ഒരു കാര്യമുണ്ടായാൽ അത് അദ്ദേഹം വലിയാണ് എന്നതിന് തെളിവല്ല. അത് പിശാചിൽ നിന്നുള്ള സ്വാധീനം കൊണ്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഖുർത്തുബി റഹിമഹുല്ല പറയുന്നു. ഇനി ഒരു വ്യക്തി നല്ല സാലിഹായ വ്യക്തിയാണെന്ന് സങ്കല്പിക്കുക. ഒരു വ്യക്തി നല്ല സാലിഹായ വ്യക്തിയാണ്. അങ്ങനെ നമുക്ക് ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി പറയാണ്, നമുക്ക് നാട്ടിൽ രണ്ടാളുകളുണ്ട്, രണ്ടാളുകളും സാലിഹാണ്. ഒരാളുടെ കരങ്ങളിലൂടെ അമാനുഷികമായ ഒരു പ്രവർത്തനം നടന്നു, അല്ലെങ്കിൽ അസാധാരണമായ ഒരു പ്രവർത്തനം നടന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയാണ് മറ്റേ വ്യക്തിയേക്കാളും ഫളുള്ള ശ്രേഷ്ഠനായ വ്യക്തി എന്നർത്ഥം അതിലുണ്ടോ? ഒരിക്കലുമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഫുർഖാനു ബൈന ഔലിയാ റഹ്മാൻ എന്ന കിതാബിൽ പറയുന്നു, കറാമത്ത് ഉണ്ടാവുക എന്നുള്ളത് വലിയിൻ്റെ ആവശ്യമനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നൽകുക. ചിലപ്പോൾ ആ വലി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടാവും, അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷയത്തിലൊരു ന്യൂനതയുണ്ടാകും. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈമാൻ ഒന്നുകൂടി ബലപ്പെടാനായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വല്ല കറാമത്തും അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ വലിയന് കറാമത്തുണ്ടായതുകൊണ്ട് കറാമത്തില്ലാത്തവരെക്കാളും അദ്ദേഹമാണ് ശ്രേഷ്ഠൻ എന്ന് പറയുക സാധ്യമല്ല. ചിലപ്പോൾ അള്ളാഹു കറാമത്ത് നൽകുന്നത് എന്തിനായിരിക്കും? മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ദീനിനെ സ്ഥിരപ്പെടുത്താനായിരിക്കും, ഈ ദീനിനെ ഉയർത്താനായിരിക്കും. അങ്ങനെയും സംഭവിക്കാം. ചില സമയത്ത് കറാമത്തുകൾ സംഭവിക്കുന്നത് ഏതൊരു വലിയനാണോ കറാമത്തുണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ഈമാൻ ബലപ്പെടുത്താനായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിൻ്റെ ചരിത്രവും താബിഈങ്ങളുടെ ചരിത്രവും നിങ്ങൾ അധികം വായിച്ചു നോക്കിയാൽ അധികം കറാമത്തുകൾ താബിഈങ്ങളുടെ ജീവിതത്തിലാണ്. അതിനർത്ഥം എന്തല്ല, താബിഈങ്ങളാണ് സഹാബത്തിനേക്കാളും നല്ലത് എന്നർത്ഥം അതിലില്ല. മറിച്ച് സഹാബികളാണ് ഏറ്റവും ഉന്നതർ. നമ്മളൊക്കെ കഴിഞ്ഞ സഹാബത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് പറഞ്ഞ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുആവിയ റളിയല്ലാഹു അൻഹു ചിലവഴിച്ചപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ രോമത്തിൻ്റെ അരികിൽ പോലും അതിനുശേഷമുള്ള ആളുകൾ വരില്ല എന്ന അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലയുടെ വാക്കുകളൊക്കെ കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ എന്തെങ്കിലും അങ്ങനെ കറാമത്തുണ്ടായാൽ അദ്ദേഹമാണ് മറ്റുള്ളവരെക്കാളും നല്ലത് എന്നൊരർത്ഥം അതിലൊരിക്കലും ഇല്ല. അദ്ദേഹമാണ് കൂടുതൽ നല്ലവൻ എന്നർത്ഥം അതിലൊരിക്കലും ഇല്ല. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും ഔലിയാക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലീങ്ങളാണ്. മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മാണ്. ഉലുൽ അസ്മിൽ ഏറ്റവും ഉലുൽ അസ്മ ആരൊക്കെയാ? നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് അലൈഹിമുസ്സലാത്തു വസ്സലാം. അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ ഇബ്രാഹിം നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതാണ് ആ ഒരു തർത്തീബ്. തയ്യിബ്. ഇനി അവസാനം ഒരു വിഷയം കൂടി പറഞ്ഞു നിർത്താം. അള്ളാഹുവിൻ്റെ വലിയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നുകൂടി ഉയർന്ന ദറജയായ അള്ളാഹു കൽപ്പിച്ചതിനോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുകയും, സുന്നത്ത് അള്ളാഹു കൽപ്പിച്ചതാണ് പക്ഷേ നിർബന്ധമായി കൽപ്പിച്ചതല്ല എന്ന് മാത്രം, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ഒരു പദപ്രയോഗം നടത്തുന്നു. അതല്ല എങ്കിൽ രണ്ടും അള്ളാഹു കൽപ്പിച്ചത് തന്നെയാണ്, സുന്നത്തും വാജിബും. പറഞ്ഞു വന്നത്, സുന്നത്തിന് ഫർളായ പ്രവർത്തനങ്ങളോടൊപ്പം സുന്നത്തായ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തി ചെയ്യുന്നു. അതുപോലെ തന്നെ ഹറാം ഉപേക്ഷിക്കുന്നതിനോടൊപ്പം കറാഹത്തായ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തി ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഈ രണ്ടാലൊരു വിലായത്തിൻ്റെ പദവിയിൽ, രണ്ട് വിലായത്തിൻ്റെ പദവി പറഞ്ഞല്ലോ, രണ്ടാലൊരു വിലായത്തിൻ്റെ പദവിയിൽ നമുക്ക് എത്താൻ സാധിച്ചാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, അള്ളാഹു പറഞ്ഞു, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹ്. ഒരു വ്യക്തി സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് ഞാനുമായി അടുക്കും തോറും ഞാൻ അവനെ ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നിത്യമായും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ചോദിക്കുക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ നിസ്കരിക്കുകയും മറ്റുള്ളവർക്ക് സദഖ കൊടുക്കുകയും ഫർളായ കാര്യങ്ങൾ ചെയ്യുകയും ഇത്തരത്തിലുള്ള ദീനിൻ്റെ മജാലിസുകളിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകണം? എനിക്ക് റബ്ബിൻ്റെ ഇഷ്ടം വേണം, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം വേണം. ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. അള്ളാഹുവിൻ്റെ തൃപ്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറഞ്ഞു, ബദറിന് ശേഷം ഏറ്റവും മഹത്വമുള്ളവർ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവരാണ്. ഉഹദിനേക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ്, അല്ലെങ്കിൽ ഉഹദിൽ പങ്കെടുത്തവരെക്കാളും ശ്രേഷ്ഠത ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവരാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇമാം സഫാരിനി അദ്ദേഹത്തിൻ്റെ ലവാമിഉൽ അൻവാറിലൊക്കെ ഈ ഒരു തർജീഹാണ് നടത്തിയത്. അതിനുള്ള കാരണം നമ്മൾ സൂചിപ്പിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ? വലഖദ് അഫല്ലാഹു അൻഹും, അവർക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്നാണ്. എന്നാൽ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ? ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇമാം സഫാരിനി റഹിമഹുല്ല പറയുന്നു, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും ഉന്നതമായ പദവി. അതുകൊണ്ടാണ് ബൈഅത്തുർ റിദ്വാനിലെ ആളുകൾക്ക് കൂടുതൽ സ്ഥാനമെന്ന് ഇമാം സഫാരിനി റഹിമഹുല്ല പറഞ്ഞത് മുമ്പ് ദർസിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ രൂപത്തിൽ ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹു വിലക്കിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നമുക്കുണ്ടാകണം. നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു വിഷയം വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ അവർ അഹ്ലുസുന്ന സ്ഥിരപ്പെടുത്തിയതുപോലെ സ്ഥിരപ്പെടുത്താത്തവരാണ്. അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങും എന്ന ഉദ്ദേശം, അള്ളാഹു അങ്ങനെ ചെയ്യുമെന്ന ഉദ്ദേശം, അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ് ഉദ്ദേശം. അഹ്ലുസുന്നയുടെ വിശ്വാസം അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടും. അതുകൊണ്ട് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുക, അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി ദുആ ചെയ്യുക. അപ്പോൾ അള്ളാഹു പറയുന്ന ഒന്നാമത്തെ വാഗ്ദാനം എന്താ? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുന്നതാണ്. ഇമാം തുയ്ബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മിഷ്കാത്തിൻ്റെ ഷർഹിൽ ഈ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത് ലഭിക്കണമെങ്കിൽ സുന്നത്തും ഫർളായ കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. നാം മുറുകെ പിടിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ പറയുന്നതായി കാണാം. ഈ ഹദീത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? എത്രത്തോളം നമുക്ക് സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര വലിയ ഫضലാണ് സഹോദരങ്ങളെ. എത്രത്തോളം നമുക്ക് സുന്നത്ത് അധികരിപ്പിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നമുക്ക് ലഭിക്കും. ഇത് നിസ്സാരമായി നിങ്ങൾ കാണരുത്.
ഞാൻ പലപ്പോഴും ദർസുകളിൽ പറയാറുണ്ടല്ലോ, നമ്മൾ ദീന് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം കുറേ പഠിച്ചു എന്ന് പറയാനല്ല, അല്ലെങ്കിൽ ധാരാളം അറിഞ്ഞു എന്ന് പറയാനല്ല. മറിച്ച് സലഫു സാലിഹീങ്ങൾ പറഞ്ഞതുപോലെ, സുഫിയാനൊക്കെ പറഞ്ഞതുപോലെ, അൽ ഇൽമു അൽ ഖശിയ, ഇൽം എന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് അള്ളാഹുവിനെ പേടിയുണ്ടാകണം. അള്ളാഹു പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ സുന്നത്തിൻ്റെ കാര്യങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധ കാണിക്കുക. ഇപ്പം നിങ്ങളൊക്കെ ഫജറിന് മുമ്പ് സുന്നത്ത് ഉപേക്ഷിക്കുന്ന ആരും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ളുഹുറിന് മുമ്പ് നിങ്ങൾ 2 നിസ്കരിക്കുന്നതെങ്കിൽ നാളെ മുതൽ 4 നിസ്കരിക്കുക. ളുഹുറിന് ശേഷം 2 നിസ്കരിക്കുന്നതെങ്കിൽ നാളെ മുതൽ 4 നിസ്കരിക്കുക. മഗ്രിബിന് മുമ്പും ശേഷവും സുന്നത്ത് നിസ്കരിക്കുക. ഇശാക്ക് മുമ്പും ശേഷവും നിസ്കരിക്കുക. ളുഹ നിസ്കാരം ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താ? ഇത് കേവലം ഒരു 2 റക്അത്തല്ലേ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ എന്നതിലുപരി ഞാൻ ഈ 2 റക്അത്ത് നിസ്കരിച്ചാൽ അള്ളാഹുമായി കൂടുതൽ ഞാൻ അടുക്കും. ഈ 2 റക്അത്ത് ളുഹ നിസ്കാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നാൽ എൻ്റെ റബ്ബുമായി ഞാൻ കൂടുതൽ അടുക്കും. ഞാൻ വ്യാഴാഴ്ച നോമ്പ് അനുഷ്ഠിച്ചു, അതിൻ്റെ കൂടെ അള്ളാഹുമായി ഒന്നുകൂടി അടുത്തു. തിങ്കളാഴ്ച നോമ്പെടുത്തു, അള്ളാഹുമായി ഒന്നുകൂടി അടുത്തു. പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങി നൽകി, അള്ളാഹുമായി ഒന്നുകൂടി അടുത്തു. എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളൊരു വസ്തു ഞാൻ വാങ്ങിച്ചു കൊടുത്തു, അള്ളാഹുമായി വീണ്ടും അടുക്കുന്നു. ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നതോടുകൂടി അള്ളാഹുമായി കൂടുതൽ അടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവന് മാസത്തിൽ 10,000 റിയാൽ ശമ്പളമുണ്ട്. അപ്പോൾ അവനോട് പറയാണ്, ഒന്നുകൂടി പരിശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഒന്നുകൂടി നന്നായി പെർഫോം ചെയ്താൽ അടുത്ത മാസം മുതൽ നിനക്ക് 12,000 റിയാൽ തരാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലെങ്കിൽ ആ ജോലിക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഓരോരുത്തർക്കും സ്വയം നഫ്സിൻ്റെ അവസ്ഥ അറിയാലോ. അവരെന്താ ഒരു പക്ഷേ ചിന്തിക്കുക, എന്തായാലും ജോലി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒന്നുകൂടി നല്ല രൂപത്തിൽ ചെയ്യാം. പൊതുവെ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നൊരു വാക്കുണ്ട്, എന്തായാലും കുളിക്കാൻ ഇറങ്ങി നന്നായിട്ട് കുളിച്ച് കയറാം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ എന്തായാലും പണിക്കിറങ്ങി, അതുകൊണ്ട് നന്നായി പണിയെടുക്കാം എന്ന് വിചാരിക്കും, അവൻ പണിയെടുക്കും. എന്നാൽ ശറഈൻ്റെ വിഷയം വരുമ്പോൾ നമ്മൾ നേരെ തിരിച്ചാവുക. അലസത വരുന്നു, നമുക്ക് ശ്രദ്ധയില്ലായ്മ, അതുപോലെ തന്നെ വേണ്ടതുപോലെ ഒരു ഗൗരവം നമ്മൾ പലപ്പോഴും ശറഈൻ്റെ വിഷയത്തിൽ കാണാറില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ മുതൽ നിർബന്ധമായും തഹജ്ജുദ് നിസ്കരിക്കുക. സമീപ ദിവസങ്ങളിൽ ഷെയ്ഖ് അലി തുവൈജിരി ഹഫിളഹുല്ലാ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, രാത്രി നിസ്കരിക്കാത്തവൻ താലിബാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാത്രി നിസ്കരിക്കാത്തവൻ, വിത്റില്ലാത്തവൻ താലിബാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിർബന്ധമായും സുന്നത്തായ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രാധാന്യം നൽകുക. അങ്ങനെ സുന്നത്തുകൾ അധികരിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് നമുക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഹദീസ് നമ്മൾ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അവിടെ പറഞ്ഞ ഒരു കാര്യം എന്താ? അള്ളാഹു പറയുന്നു, അവൻ അങ്ങനെ ഞാനുമായി അടുത്താൽ അവൻ എന്നെ ഇഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞത്. ഇപ്പം നമ്മളൊക്കെ പറയും നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത്. മറിച്ച് അള്ളാഹു പറഞ്ഞെന്താ? ഞാൻ അവനെ ഇഷ്ടപ്പെടും, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. അത് വലിയ മർത്തബയാണ്. സലഫുകൾ പറയാറുണ്ട്, നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിലല്ല കാര്യം, മറിച്ച് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നതിലാണ് കാര്യം. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, അതിൽ നമുക്ക് പ്രത്യേകമായി ഒരു ശ്രദ്ധയുണ്ടാകണം. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിയാണെങ്കിൽ നമുക്കുള്ള ഒന്നാമത്തെ നേട്ടം റബ്ബിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ നേട്ടം എന്താണ്? അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി നൽകും. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫൈദ അഹ്ബബ്തു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ കുന്തു സമഅഹു അല്ലദി യസ്മഉ ബി, അവൻ്റെ കേൾവി ഞാനായിരിക്കും, അവൻ കേൾക്കുന്ന അവൻ്റെ കേൾവി ഞാനായിരിക്കും. വബസറഹു അല്ലദി യുബ്സിറു ബി, അവൻ്റെ കാഴ്ച ഞാനായിരിക്കും, അവൻ്റെ കൈകൾ ഞാനായിരിക്കും, അവൻ്റെ കാലുകൾ ഞാനായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണ് ഞാനായിരിക്കും എന്ന് പറഞ്ഞാൽ? അഹ്ലുൽ ഹുലൂൽ വൽ ഇത്തിഹാദ് പറയുന്നത് പോലെ, ഇബ്നു അറബിയൊക്കെ വാദിച്ചതുപോലെ അള്ളാഹുവും അവനും അലിഞ്ഞു ചേരുമെന്നാണോ? അല്ല, അങ്ങനെ ഒരു വിശ്വാസം അഹ്ലുസുന്നയ്ക്കില്ല. അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു 7 ആകാശത്തിന് മുകളിൽ, അർശിന് മുകളിലാണ്. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. പക്ഷേ ഈ ആയത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഹദീസിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഹദീസിൻ്റെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ അവൻ ചെയ്യും. അതുപോലെ തന്നെ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘദൃഷ്ടി നൽകും. അള്ളാഹു അവന് ദീർഘദൃഷ്ടി നൽകും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബുർ റൂഹിലും അതുപോലെ തന്നെ അദ്ദാ വദ്ദവായിലൊക്കെ പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി സാമീപ്യമുണ്ടാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകും. അവനൊരു വിഷയത്തിൽ അവൻ ദീർഘദൃഷ്ടിയോടുകൂടി ഒരു കാര്യം പറഞ്ഞാൽ അവൻ്റെ ഫറാസത്ത് തെറ്റുന്നത് വളരെ കുറവായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലും അവന് സംരക്ഷണം ഏർപ്പെടുത്തും. എല്ലാ രൂപത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സംരക്ഷണം ഏർപ്പെടുത്തും. അള്ളാഹു അവൻ്റെ കൂടെയുണ്ട്. ഈ
ഒരു കാര്യം പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് പ്രത്യേക ഓർമ്മയിലുണ്ടാവുക. അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു അലിഞ്ഞു ചേരുമെന്ന വിശ്വാസം അഹ്ലുസുന്നക്കയില്ല. അത് കുഫറാണ്. നമ്മുടെ നാട്ടിൽ തബ്ലീഗ് ജമാഅത്തും അതുപോലെ തന്നെ സുന്നികളൊക്കെ പഠിപ്പിക്കുന്ന ആശയം അതാണ്. അതിനെയാണ് ഇന്ന് പലരും സലഫിയായിട്ടും ചിത്രീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പുതിയ ചില വാദങ്ങളൊക്കെ ഉണ്ടല്ലോ. തബ്ലീഗ് ജമാഅത്ത് സലഫികളിൽപ്പെട്ടവരാണ്, അവരൊക്കെ അഹ്ലുസുന്നയുടെ യഥാർത്ഥ മനഹജിലുള്ളവരാണെന്നൊക്കെയുള്ള അഹ്ലുസുന്നക്ക് ഒരു തരത്തിലും പരിചയമില്ലാത്ത ചില വാദങ്ങളൊക്കെ ചില ജാഹിലീങ്ങളായ ആളുകൾ ഇന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതും കൂട്ടത്തിൽ നിങ്ങൾ കരുതിയിരിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, തബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരു നേതാവ് മുമ്പ് ചോദിക്കപ്പെട്ടത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അള്ളാഹു എല്ലായിടത്തുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എല്ലായിടത്തുമുണ്ട്. അപ്പോൾ വിഗ്രഹങ്ങളിലോ അതിൻ്റെ മുകളിലും അള്ളാഹു ഉണ്ടോ? എന്താ മറുപടി പറയാ? കാരണം അവർ വെച്ചിരിക്കുന്ന തഅസീൽ അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്നുള്ളതാണ്. വിഗ്രഹത്തിൽ അള്ളാഹു ഉണ്ടോ? പറഞ്ഞു, അതിലും അള്ളാഹു ഉണ്ട്. മഅദല്ലാഹ്. എത്ര അപകടമായ വാദമാണ്, എത്ര മോശപ്പെട്ട വാദമാണ്. അള്ളാഹുവിൻ്റെ ജലാലത്തിനോട്, അവൻ്റെ ആ ഒരു അളമത്തിനോട് എങ്ങനെയാണ് ഈ ഒരു അഭിപ്രായം യോജിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അതിൽ പ്രത്യേകം നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം അർ റഹ്മാനു അലൽ അർശി സവ, അള്ളാഹു 7 ആകാശത്തിന് മുകളിൽ, അർശിന് മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ അവനെല്ലാം കാണുന്നു, അവനെല്ലാം കേൾക്കുന്നു, അവനെല്ലാം അറിയുന്നു. അവനറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഇവിടെ ഇബ്നുൽ ഖയ്യിമിൻ്റെ ഇബാറത്ത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം കിതാബുർ റൂഹിലാണ് ഇത് പരാമർശിച്ചത് എന്ന്. ചില ആളുകൾക്ക് സംശയമുണ്ട്, ഇബ്നുൽ ഖയ്യിമിൻ്റെ തന്നെയാണ് റൂഹ് എന്നുള്ളത്. അത് ശരിയാണ്, ഇബ്നുൽ ഖയ്യിമിൻ്റെ തന്നെയാണ് ആ കിതാബ്. അതാണ് ശരിയായ അഭിപ്രായം. അതിന് ഏറ്റവും വലിയ തെളിവ്, കുറേ തെളിവുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ചില ആളുകൾ പറയുന്നത് ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പാണ് ആ കിതാബ് എഴുതിയത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഖീദ മാറിയിരുന്നു. ഈ കിതാബ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ അഭിപ്രായമല്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അത് ശരിയല്ല. കാരണം ഇബ്നു തൈമിയയുടെ പേര് കിതാബുർ റൂഹിൽ പല സ്ഥലത്ത് പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇബ്നു തൈമിയെ കണ്ടതിന് ശേഷം തന്നെയാണ് ആ കിതാബ് എഴുതിയത് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കിട്ടുന്നത്. ഒന്നാമത്തേത്, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാകും. മൂന്നാമത്തേത് എന്താണ്? ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു, അതേ ഹദീസിൽ, ഹദീസുൽ വലി എന്നാണ് ഈ ഹദീസിന് പറയുക. മൂന്നാമത്തെ കാര്യം എന്താണ്? ലഇൻ സഅലനി ലഉഅതിയന്ന, അവൻ എന്ത് ചോദിച്ചാലും ഞാൻ അവന് ഉത്തരം നൽകും. അവൻ എന്ത് ചോദിച്ചാലും ഞാൻ അവന് ഉത്തരം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതെത്ര വലിയ പദവിയാണ്! നമ്മൾ അള്ളാഹുവിൻ്റെ വലിയാണെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. നമ്മൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ഉത്തരം ലഭിക്കുന്നതിൻ്റെ വ്യത്യസ്ത രീതികളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അറിയില്ലെങ്കിൽ അന്വേഷിക്കുക, നമുക്ക് സമയം കുറവാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ ഈ ഒരു കാര്യം വിശദീകരിക്കുന്നതായി കാണാം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ വലിയിന് മറ്റുള്ള അടിമകളെ പോലെയല്ല. അവർക്ക് അള്ളാഹുവിൻ്റെ അരികിൽ പ്രത്യേക ഒരു സ്ഥാനമുണ്ട്. അവർ ചോദിച്ചാൽ അള്ളാഹു മടക്കുകയില്ല. അവർ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചാൽ അള്ളാഹു അവർക്ക് കാവൽ നൽകും. ഇങ്ങനെ പ്രത്യേക സ്ഥാനം നൽകി അള്ളാഹു ബഹുമാനിച്ചവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറയുന്നതായി കാണാം. ഇപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. 1, അള്ളാഹുവിൻ്റെ ഇഷ്ടം. 2, അള്ളാഹു കൂടെ ഉണ്ടാകും. 3, അള്ളാഹു ദുആക്ക് ഉത്തരം നൽകും. 4-മത്തേതും അവസാനത്തേതുമായ വിഷയം മുഹാറബതുഹു തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ചെയ്യും. ആരോട്? ലിമൻ യുആദി ഔലിയാഅഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ദ്രോഹം ചെയ്യുന്നവരോട്. അഥവാ 5 വക്ത് നിസ്കരിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തനെ നമ്മൾ ദ്രോഹിച്ചാൽ നമ്മോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവാണ്. നിസാരമായി കാണരുത്. നമ്മൾ സാമ്പത്തിക ഇടപാടിൻ്റെ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലൊക്കെ ആളുകളെ ദ്രോഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ സ്ഥല ഇടപാടിൻ്റെ പേരിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക, അവൻ 5 വക്ത് നിസ്കാരം വേണ്ടതുപോലെ നിസ്കരിക്കുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ വലിയാണ്. അവനെ നീ ദ്രോഹിച്ചാൽ നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു പറയുന്നു, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് നിസാരാണോ? അള്ളാഹു നമ്മോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ പിന്നെ നമ്മുടെ കാര്യം അപകടത്തിലാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കശ്ഫുൽ മുഷ്കിൽ എന്ന കിതാബിൽ പറയുന്നതായി കാണാം, വനിഹായത്തുൽ അദാവതി അൽ ഹർബ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ശത്രുത പുലർത്തിയാൽ അതിൻ്റെ പര്യവസാനം എന്താ? അള്ളാഹു നമ്മോട് യുദ്ധം ചെയ്യും. വമുഹാറബത്തുല്ലാഹി ലിൽ ഇൻസാൻ അയ്യുഹ്ലിക, ഒരു വ്യക്തിയോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നശിച്ചത് തന്നെ. അള്ളാഹു അവനെ നശിപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നശിപ്പിക്കുമെന്ന് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം പ്രത്യേകം നമ്മുടെ ഓർമ്മയിലുണ്ടാവുക.
നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. അവരോട് ഒരു തരത്തിലും ദുൽമ ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലും അവരോട് ദുൽമ ചെയ്യാൻ പാടില്ല. ഇതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളിൽ ആരെങ്കിലും നാട്ടിലെ മസാജിദുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എങ്കിൽ, നാട്ടിലെ മസാജിദുകളുടെ കാര്യങ്ങളും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ, നമ്മുടെ നാടുകളിൽ ഇന്ന് വ്യാപകമായി പല സ്ഥലങ്ങളിലും കാണുന്നൊരു കാര്യമാണ്. ഇതിനിടയിൽ എനിക്കൊരു സഹോദരൻ ഒരു പോസ്റ്ററും കാണിച്ചു തന്നിരുന്നു. ഒരു സ്ഥലത്തേക്ക് മസ്ജിദിൽ മുഅദ്ദിനെ വേണം, എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നൊരു വിഷയമാണ് പള്ളിയിലെ ടോയ്ലറ്റുകളൊക്കെ ക്ലീൻ ചെയ്യണം. സലഫി മസ്ജിദാണ്, അതുപോലെ തന്നെ ചില യോഗ്യതകൾ എഴുതിയിട്ടുണ്ട്, ഖുർആൻ ഇത്ര അറിയണം. അതിൻ്റെ കൂടെ എഴുതിയിരിക്കുന്ന കാര്യമാണ് പള്ളിയിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം. ഒരു പക്ഷേ ഒരു മുഅദ്ദിനോട് ഇത്ര ശമ്പളം തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അവൻ ആ ജോലി സ്വീകരിക്കാൻ തയ്യാറാകും. ഇപ്പോൾ ചില ആളുകൾ എന്താ പറയുക, നമ്മൾ ആദ്യം അവരോട് പറയുന്നുണ്ടല്ലോ എന്നായിരിക്കാം, അവൻ ആ ജോലി സ്വീകരിക്കാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ്? അവൻ ആ ടോയ്ലറ്റ് കഴുകാൻ വലിയ താല്പര്യമുള്ളത് കൊണ്ടായിരിക്കില്ല, മറിച്ച് എന്തുകൊണ്ടാണ്? അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അവൻ എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ ഒരു ജോലി അവൻ്റെ മുമ്പിൽ വന്നാൽ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ട് എങ്കിൽ അവൻ അത് അംഗീകരിക്കും. പക്ഷേ വാസ്തവത്തിൽ ഇതാരാ ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുകയും അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുകയും ഖുർആൻ ഹിഫ്ള് ചെയ്യുകയും ചെയ്തവർ ചെയ്യേണ്ട ജോലിയല്ല ഇത്. അവരായി ചെയ്യുന്നതാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ കുല്ലിയത്തുൽ ഹദീസിൽ പഠിക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ രാത്രിയിൽ നമ്മൾ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുമ്പോൾ ഷെയ്ഖ് അബ്ദുൽ വക്കീൽ ഹഫിളഹുല്ലാ ബാത്റൂം കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാരും ഷെയ്ഖിനെ ഏൽപ്പിച്ചതല്ല, അവരുടെ തവാളുഇൻ്റെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല, മറിച്ച് നമ്മളൊരു ആളെ അങ്ങനെ നിസാരവൽക്കരിച്ചുകൊണ്ട് അവരുടെ ജോലി ഇതൊക്കെയാണ് എന്ന രൂപത്തിൽ നമ്മൾ ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല. കാരണം അവർ അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ഹഫളത്താണ്, അവരാണ് കിതാബിനെ സംരക്ഷിക്കുന്നവർ, അവരാണ് ദീനിനെ പ്രചരിപ്പിക്കുന്നവർ. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. ഒരു വ്യക്തി 5 വക്ത് നിസ്കരിക്കുന്നു, ബാക്കിയുള്ള നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്നു, അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുകയും അങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ വലിയാണ്. അവനെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് ശറഇൻ്റെ ഭാഗമാണ്. അപ്പോൾ വിലായത്ത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേക ഒരു വിഭാഗത്തിനുള്ളതല്ല, മറിച്ച് എല്ലാവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്, നിർബന്ധ കാര്യങ്ങൾ ചെയ്യുകയും ഹറാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ ഒരു വിഭാഗം, ഇപ്പം നിങ്ങളോട് അങ്ങനെ പറയാൻ പാടില്ലാത്തതുപോലെ തന്നെ അങ്ങനെ ഖുർആൻ പഠിച്ച വിലായത്തിലുള്ള ഒരു വ്യക്തിയോട് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ ഇങ്ങനെ ആദ്യം നിബന്ധനയിൽ പറയും, അത് കുറച്ച് മാന്യത ഉണ്ടെന്ന് സങ്കല്പിക്കാം, അത് തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ ചില ആളുകൾ എന്താ ചെയ്യുക, ഒരു മസ്ജിദിലേക്ക് ഒരു വ്യക്തി ഇമാമായി വന്നാൽ അല്ലെങ്കിൽ മുഅദ്ദിനായി വന്നാൽ അവനോട് പറയും ഇന്ന് ബാത്റൂം കഴുകണം, കൽപ്പിക്കും. ഒരു കാരണവശാലും പാടില്ല, അവനെ വേദനിപ്പിക്കും, അവനെ പ്രയാസപ്പെടുത്തും. ഇവിടെ ചിന്തിക്കുക, അവൻ യുദ്ധം പ്രഖ്യാപിക്കുന്നത് അള്ളാഹു ആയിരിക്കും അവനോട്. ഇത്തരത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ ദ്രോഹിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്താൽ, അതാണ് അള്ളാഹു പറഞ്ഞത്, ആരെങ്കിലും മൻ ആദ ലി വലിയൻ, ആരെങ്കിലും അവനോട് ശത്രുത വെച്ച് പുലർത്തിയാൽ, അവനോട് ഏത് രൂപത്തിൽ ദ്രോഹം ചെയ്താൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഞാനായിരിക്കും. ഇത് ഞാൻ നാട്ടിൽ പൊതുവെ നടക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. സാധാരണ വിഷയങ്ങൾ പോലും ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ സുഹൃത്ത് 5 വക്ത് നിസ്കാരം പുലർത്തുന്ന, നിസ്കരിക്കുന്ന, വേണ്ടതൊക്കെ വാജിബായ കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അവനെ ദ്രോഹിക്കരുത്. അവൻ അള്ളാഹുവിൻ്റെ വലിയാണ്, അവനെ ദ്രോഹിക്കാൻ പാടില്ല. അത് പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വരുന്ന ദർസിൽ കറാമത്തിനെ കുറിച്ചും അതുപോലെ തന്നെ കറാമത്തിൻ്റെ എപ്പോഴൊക്കെയാണ് അള്ളാഹു കറാമത്ത് നൽകുക എന്നതിനെക്കുറിച്ചും സലഫു സാലിഹീങ്ങളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ചില കറാമത്തുകളെക്കുറിച്ചും നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഏതെങ്കിലും സഹോദരങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. തയ്യബ്. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.